ഹലോ, അപ്പം ഇന്ന് ഞാറ്റുവേലയ്ക്ക് കഴിക്കുന്ന ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് ഉലുവക്കഞ്ഞി ഇഷ്ടമാണോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തലേന്ന് കുതിർക്കാൻ വെച്ച ഉലുവയും പച്ചരിയും അതിൻ്റെ കൂടെ ജീരകം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു 3-4 വിസിലടുപ്പിക്കുക. അപ്പോൾ ഇത് മൂടി തുറന്ന് നമ്മുടെ കുക്കറിൻ്റെ ഇതൊക്കെ പോയിട്ട് വേണം കേട്ടോ മൂടി തുറക്കാൻ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 3-4 ശർക്കര ഇട്ട് കൊടുക്കുക. നമ്മൾ മധുരത്തിനനുസരിച്ച്. ഇതിനൊരു ചെറിയ കയ്പ്പുണ്ട്, അപ്പോൾ ആ മധുരം കയ്പ്പും കൂടിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ അതാ മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല തേങ്ങാപ്പാൽ തേങ്ങ അടക്കടണം. തേങ്ങയും പാലും നമ്മൾ സെപ്പറേറ്റ് ആക്കരുത്, രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഇടണം. അത് കഴിഞ്ഞ് നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ നല്ല കൊണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി വരുമ്പോൾ മക്കളെ നല്ലൊരു സ്വാദ് വരാനുണ്ട്. മക്കളെ എന്നൊക്കെ ഇപ്പം ഞാൻ റീലൊക്കെ കണ്ടതിന് ശേഷം ഗൈസിൻ്റെ വായിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇളക്കി കഴിഞ്ഞ ശേഷം ഒരു ഇളം ചൂടിലാണ് കുടിക്കേണ്ടത്. അപ്പോൾ ചൂടാറാൻ വേണ്ടി ഞാനിതാ ബൗളിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉലുവക്കഞ്ഞി. അപ്പോൾ ഇതങ്ങനെ ഒരു ഔഷധമായിട്ടുള്ളതാണ്. അങ്ങനെ ഈ ഒരു ടൈമിലാണ് നമ്മൾ കഴിക്കാം. അപ്പോൾ ആരൊക്കെ ഈ കഞ്ഞി ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി